വയലാറിന്റെ കവിതകളും ചലച്ചിത്ര ഗാനങ്ങളും പോലെ തന്നെ പ്രശസ്തമാണ് അദ്ദേഹം രചിച്ച നാടക ഗാനങ്ങളും. അക്കാലത്തെ പ്രസിദ്ധമായ നാടക കമ്പനികളായ KPSC, കേരള തിയേറ്റേഴ്സ് ഇവയെല്ലാം തങ്ങളുടെ നാടകങ്ങൾക്കായി ഗാനങ്ങൾ രചിക്കാൻ സമീപിച്ചിരുന്നത് വയലാറിനെയായിരുന്നു. ഒട്ടനവധി മനോഹരമായ ഗാനങ്ങളാണ് അദ്ദേഹം നമ്മൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ചില്ലുമേടയിലിരുന്ന് നിന്നെ കല്ലെറിയില്ലേ, പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിലിടമില്ല, ചെപ്പുകിലിക്കണ ചങ്ങാതി തുടങ്ങിയവ അവയിൽ ചിലത് മാത്രം. പാളയ രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രചിക്കപ്പെട്ട ബലി കുടീരങ്ങളെ എന്ന ആ വിപ്ലവ ഗാനം പിൽക്കാലത്ത് KPSC നാടക കമ്പനി അവരുടെ അവതരണ ഗാനമായി മാറ്റുകയും ചെയ്തു. എന്തായാലും അതിമനോഹരമായ ഒരു നാടക ഗാനവുമായിട്ട് സുമിത നിങ്ങളുടെ മുന്നിലെത്തുന്നു. പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര, നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര, ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവള്ളം തുഴയാം. ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവള്ളം തുഴയാം. കരളിലുറങ്ങും കതിർ കാണാ കിളി കാത്തിരിപ്പൂ കാത്തിരിപ്പൂ നിന്നെ. ചക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര, വീണുടയാതെ ഇരിക്കാൻ ജീവിത വീണതരാം ഞാൻ കയ്യിൽ. കനക സ്മരണകൾ നീട്ടിയ നെയ്ത്തിരി കാഴ്ച വയ്ക്കാം മുന്നിൽ. ഹൃദയം നിറയെ സ്വപ്നവുമായി നീ മധുരം കിള്ളി തരുമോ. ഹൃദയം നിറയെ സ്വപ്നവുമായി നീ മധുരം കിള്ളി തരുമോ. വിജനലതാ ഗൃഹവാതിലിൽ വരുമോ, വീണ മീട്ടി തരുമോ, വീണ മീട്ടി തരുമോ. ചക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര, നിന്മനോരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര. 1972 അക്കൊല്ലത്തെ നാഷണൽ അവാർഡ് ലഭിക്കുകയുണ്ടായി ശ്രീ വയലാറിന്. അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ രചനയുമായിട്ടാണ് അദ്ദേഹത്തിന് മികച്ച ഗാനരചയിതാവ് എന്ന ബഹുമതി ലഭിക്കുന്നത്. അർത്ഥവത്തായ വാക്കുകളാണ് ആ ഗാനത്തിലുള്ളത്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും പിന്നെ മണ്ണ് പങ്കുവച്ചു, മനസ്സ് പങ്കുവച്ചു. തികഞ്ഞ ഒരു നിരീശ്വരവാദിയായിട്ടാണ് വയലാർ അറിയപ്പെട്ടിരുന്നത്. വയലാർ ഈശ്വരനെ മാനിച്ചിരുന്നു. ആ പ്രപഞ്ച സത്യത്തെ അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു. പക്ഷേ മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ തമ്മിൽ കലഹിക്കുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നത്. അർത്ഥവത്തായ ആ വരികൾ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ആലപിക്കുന്നത് ടോമി. മതങ്ങൾ
സൗന്ദര്യമെവിടെ സ്വാതന്ത്ര്യമെവിടെ നമ്മുടെ രക്തബന്ധങ്ങളെവിടെ നിത്യസ്നേഹങ്ങളെവിടെ സത്യമെവിടെ സൗന്ദര്യമെവിടെ സ്വാതന്ത്ര്യമെവിടെ നമ്മുടെ രക്തബന്ധങ്ങളെവിടെ നിത്യസ്നേഹങ്ങളെവിടെ ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാനുള്ള അവതാരങ്ങളെവിടെ മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു മതങ്ങൾ ചിരിക്കുന്നു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു മനസ്സു പങ്കുവച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു കാറ്റടിച്ചു കൊടുങ്കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു. എ വിൻസെന്റ് സംവിധാനം ചെയ്ത തുലാഭാരം എന്ന ചിത്രത്തിൽ വികാരനിർഭരമായ ഒരു ഗാനമാണ്. മനുഷ്യ മനസ്സിന്റെയും പ്രകൃതിയുടെയും ശോഭം ഒരേ ക്യാൻവാസിൽ വരച്ചു തീർത്തതാണ് ഈ ഗാനത്തിന്റെ പ്രത്യേകത. നസീർ സാറിന്റെയും ശാരദാമ്മയുടെ അഭിനയ ചാരുത കൂടെ നമുക്ക് ഈ ഗാനത്തിൽ കാണാൻ കഴിയും. അനശ്വരമായ ഈ ഗാനം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ജിബു. കാറ്റടിച്ചു കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു സ്വർഗവും നരകവും കാലമാ കടലിൽ അക്കരയോ ഇക്കരയോ മനുഷ്യനെ സൃഷ്ടിച്ചതീശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം. കണ്ണുനീർ കടലിലെ കളിമണ്ണിത് ഞങ്ങൾക്കെന്തിനു തന്നു പണ്ടു നീ ഞങ്ങൾക്കെന്തിനു തന്നു. കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കുമരം കണ്ണടച്ചു സ്വർഗവും നരകവും കാലമാ കടലിൽ അക്കരയോ ഇക്കരയോ.
ശകുന്തളം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ചിത്രം ശകുന്തള എന്ന മലയാള ചിത്രവും KR വിജയ, പ്രേം നസീർ എന്നിവരുടെ മുഖവും അതിലെ മനോഹരമായ ഗാനങ്ങളുമാണ്. മാലിന്യ നദിയിൽ കണ്ണാടി നോക്കും മാനെ, ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ, പ്രിയതമ പ്രിയതമ പ്രണയലേഖനം എങ്ങനെ എഴുതും. അതിമനോഹരങ്ങളായ പാട്ടുകളായിട്ടാണ് ഈ ചിത്രം പുറത്തിറങ്ങിയത്. 1965 കുഞ്ചാക്കോ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ അതിമനോഹരമായ ആ പാട്ട് സുശീലാമ്മ പാടി പ്രിയതമ പ്രിയതമ പ്രണയലേഖനം എങ്ങനെ എഴുതും എന്ന പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പാടുന്നത് ദിവ്യ. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. പ്രണയിനിയായ സ്ത്രീയെ ഋതുദേവതയായി, മുനികന്യകയായി, ഹിമഗിരി പുത്രിയായി, ഗായികയായി, നർത്തകിയായും ഒക്കെ കവി ഈ ഗാനത്തിൽ താരതമ്യം ചെയ്യുകയാണ്. കെ സേതുമാധവൻ സംവിധാനം ചെയ്ത കടൽപ്പാലം എന്ന ചിത്രത്തിൽ പി ലീല പാടി അതിമനോഹരമാക്കിയ ഒരു ഗാനമാണ് അടുത്തത്. പാടുന്നത് പ്രശാന്തി. ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് അക്കൊല്ലത്തെ സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമ
പ്രതിമയിൽ മാലയിട്ടു. ഋതുദേവതയായി നൃത്തം വെച്ചു, മുനികന്യകയായി പൂജിച്ചു. ഹിമഗിരി പുത്രിയായി തപസ്സിരുന്നു അവൾ, സ്വയംവര പന്തലിൽ ഒരുങ്ങി നിന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടു. അലിയും ശിലയുടെ കണ്ണു തുറന്നു, കലയും കാലവും കുമ്പിട്ടു. അവളുടെ മഞ്ജീര ശിഞ്ചിതത്തിൽ സൃഷ്ടി സ്ഥിതിലയ താളങ്ങൾ ഒതുങ്ങി നിന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ട്. യുഗകൽപ്പനയുടെ കല്ലിനു പോലും യുവഗായികയുടെ ദാഹങ്ങൾ. ഒരു പുനർജന്മത്തിൻ ചിറകു നൽകി അവർ സ്വയം മറന്നങ്ങനെ പറന്നുയർന്നു. ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു മാളവിക, ശില്പികൾ തീർത്ത കാളിദാസന്റെ കൽപ്രതിമയിൽ മാലയിട്ട്. 1965 കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ശകുന്തള എന്ന ചിത്രത്തിൽ നിന്നുള്ളൊരു ഗാനമാണ് അടുത്തത്. സ്വർണ്ണ താമര ഇതളിലുറങ്ങും കണ്ണു തപോവന കന്യകി, ആരുടെ അനുരാഗ വല്ലരി നീ, ആരുടെ സ്വയംവര കന്യക നീ. ശകുന്തളയെ കാണുന്ന ദുഷ്യന്തൻ ചോദിക്കുന്ന ചോദ്യമാണ്. മനോഹരമായി ഈ ഈരടികൾക്ക് ഈണം പകർന്നത് ദേവരാജൻ മാഷ്. നമ്മുടെ ഗാനഗന്ധർവൻ പാടി അതിമനോഹരമാക്കിയ ഈ ഗാനം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുന്നത് നിക്സൺ. ആരുടെ അനുരാഗ മല്ലിക നീ, ആരുടെ സ്വയംവര കന്യക നീ. സ്വർണ്ണത്താമര ഇതളിലുറങ്ങും കന്മതപോവന കന്യകേ, ആരുടെ അനുരാഗ മല്ലിക നീ,
സൂപ്പർ ഹിറ്റ് ഗാനമായ ശ്രാവണചന്ദ്രിക പൂ ചൂടിച്ചു ഭൂമി ദേവി പുഞ്ചിരിച്ചു എന്ന ഗാനമാണ് അടുത്തത്. സുശീലാമ്മ പാടി മനോഹരമാക്കി ഈ ഗാനം ഒരു പെണ്ണിൻ്റെ കഥ എന്ന ചിത്രത്തിൽ നിന്നുള്ളതാണ്. ഈ ഗാനത്തിന് സുശീലാമ്മയ്ക്ക് അവാർഡും കിട്ടിയിട്ടുണ്ട്. കെ സേതുമാധവൻ സാർ സംവിധാനം ചെയ്ത് 1971 പുറത്തിറങ്ങിയ ചിത്രമാണിത്. ഈ ഗാനം ഇന്ന് നമുക്ക് വേണ്ടി പാടുന്നത് മീനാക്ഷി രാജേഷ്. ശ്രാവണചന്ദ്രിക പൂ ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചോടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു ശ്രാവണചന്ദ്രിക പൂ ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചോടികൾ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു നീലാകാശ താമര ഇലയിൽ നക്ഷത്രലിപിയിൽ പവിഴ കൈനഖം മുനയാൽ പ്രകൃതിയ കവിത പകർത്തി വച്ചു അന്നതു ഞാൻ വായിച്ചു വന്നു കണ്ടു കീഴടക്കി എന്നെ കിളി പുഷ്പമാക്കി ശ്രാവണചന്ദ്രിക പൂ ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചോടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു സ്വർഗാരോഹണ വീഥിക്കരികിൽ സ്വപ്നങ്ങൾക്കിടയിൽ കമനീയാങ്കൻ പ്രിയനിൻ മനസ്സില കവിത കുറിച്ചു വച്ചു ഞാൻ അവനെ സ്വീകരിച്ചു വന്നു കണ്ടു കീഴടക്കി എന്നെ കിളി പുഷ്പമാക്കി ശ്രാവണചന്ദ്രിക പൂ ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചോടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു തനിക്ക് സമൂഹത്തിനോട് പറയാനുണ്ടായിരുന്നത് പ്രതിഷേധമായും മുന്നറിയിപ്പായും പ്രോത്സാഹനമായും അതിശക്തമായ ഭാഷയിൽ പറയാൻ വയലാർ എന്നും അസാമാന്യ ധൈര്യം കാണിച്ചിരുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചെന്നും ആ മതങ്ങൾ ചേർന്ന് ഏകദൈവത്തെ അനേക ദൈവങ്ങളാക്കിയെന്നും ഈശ്വരൻ ഹിന്ദുവല്ല, ക്രിസ്ത്യാനിയല്ല, ഇസ്ലാമല്ല എന്ന് പറയാനും വയലാറിനല്ലാതെ വേറെ ആർക്കാണ് ചങ്കൂറ്റം? കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ എന്ന് പാടിയ കവിക്ക്
ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങുന്ന ഈ തീരത്ത് ഇനിയും ഒരു ജന്മം കൂടി നൽകാമോ എന്ന് നമുക്ക് ഈശ്വരനോട് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിലുള്ള ആ കറുത്ത കണ്ണടയും ആ തൂലികയും ആ പുസ്തകങ്ങളും ആഗ്രഹിക്കും പോലെ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിനായി നമുക്കും കാത്തിരിക്കാം. സ്മൃതിലയത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു വിശിഷ്ട വ്യക്തിയുടെ ഗാനങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും വരെ വിട ചൊല്ലുന്നു. ഞാൻ സുനിത. ശുഭരാത്രി. കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ, കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ല് തരാമോ? ചന്ദനത്തോണിയരി പോണോരേ നിങ്ങൾ പോയി 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 വരുമ്പോൾ, ചന്ദനത്തോണിയരി പോണോരേ നിങ്ങൾ പോയി 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 വരുമ്പോൾ, വെണ്ണീല പൊയ്കയിലെ വാവും നാളിലെ പൊൻപൂമീനിനെ കൊണ്ടുതരാമോ? നാടോടിക്കഥയിലെ നക്ഷത്രക്കടലിലെ നാഗനർത്തകിമാരണിയും താണത്തിൻ മുത്തു തരാമോ? പുഷ്പകത്തോണിയരി പോണോരേ നിങ്ങൾ പോയി 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 വരുമ്പോൾ, പുഷ്പകത്തോണിയരി പോണോരേ നിങ്ങൾ പോയി 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 വരുമ്പോൾ, മാനസ പൊയ്കയിലെ മായാദ്വീപിലെ മാടപ്രാവിനെ കൊണ്ടുതരാമോ? പാതിര പന്തലിൽ പഞ്ചമി തളികയിൽ ദേവകന്യകമാരുടെ കോമൽ പൂത്താലി തരാമോ? കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും കൈ നിറയെ, പോയി വരുമ്പോഴെന്തു കൊണ്ടുവരും. 14-ാം രാവിലെ പാലാഴിത്തിരയിലെ മത്സ്യകന്യകമാരുടെ മാണിക്യ കല്ല് തരാമോ?